പാലക്കാട് നഗരത്തിൻ്റെ മുഖമുദ്രയാണ് കോട്ടയും കോട്ട മൈതാനവും. ഈ കോട്ടയ്ക്കകത്താണ് ശ്രീരാമന്റെ ഭക്തോത്തമനായ ആഞ്ജനേയ സ്വാമികളുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ ശ്രീരാമനവമിയും കർക്കിടക മാസവും നവരാത്രിയുമാണ്. ഇതുകൂടാതെ ചിങ്ങമാസം 1-ാം തീയതി പ്രത്യക്ഷ ഗണപതി ഹോമവും ആനയൂട്ടും ഉത്സവമായി തന്നെ ആഘോഷിക്കുന്നുണ്ട്. നമസ്കാരം, എൻ്റെ പേര് കാശി വിശ്വനാഥൻ. ശ്രീ ആഞ്ജനേയ സേവാ സമിതിയുടെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നു. പാലക്കാട് കോട്ടയിലെ ആഞ്ജനേയ ക്ഷേത്രം, അതുപോലെ തന്നെ പാലക്കാട് നഗരത്തിലെ ആഞ്ജനേയ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാമെന്നും തുടങ്ങി വെച്ച 1991 ഫെബ്രുവരി മാസം ഒരു ജനകീയ കമ്മിറ്റിയുടെ ഫലമായി ശ്രീ ആഞ്ജനേയ സേവാ സമിതി എന്നുള്ള സേവാ സമിതി നിലവിൽ വന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളുടെ തുടർ പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ആഞ്ജനേയ ക്ഷേത്രം. സാധാരണ വ്യാഴം ശനി ദിവസങ്ങളിൽ പ്രസാദവൂട്ട് നടത്തി വരുന്നുണ്ട്. കർക്കിടക മാസം 32 ദിവസവും കഞ്ഞി പ്രസാദവൂട്ടും പുഴുക്കും ക്ഷേത്രത്തിന്റെ അന്നദാന മണ്ഡപമായ കദളീവനത്തിൽ വെച്ച് നടത്തുന്നു. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ എന്ന് പറയുന്നത് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായിട്ടുള്ള വടമാല, വെറ്റിലമാല, അവിൽ എന്നിവയാണ്. അതുകൂടാതെ നെയ്വിളക്കും ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും മനസ്സമാധാനം ലബ്ധിക്കുമായിട്ട് നടത്തുന്ന നെയ്വിളക്കും ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. അതിനു പുറമെ വെണ്ണക്കാപ്പ് വഴിപാടും ഉണ്ട്. അതായത് ഭഗവാന് വെണ്ണ ചാർത്തുന്ന വഴിപാടാണ്. ഇതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ലങ്കാദഹനത്തിന് ശേഷം ദേഹം ആസകലം ചൂടേറ്റ ആഞ്ജനേയൻ തിരിച്ച് ഭാരതത്തിലെത്തുകയും അദ്ദേഹത്തെ തണുപ്പിക്കാനായിട്ട് വെണ്ണ ചാർത്തി എന്നുള്ളതാണ് ഇതിന്റെ ഐതിഹ്യം. ഈ ഒരു പ്രധാന വഴിപാട് ഒറ്റ ദിവസം കൊണ്ട് 1 വർഷത്തേക്കുള്ള വഴിപാട് ബുക്കിംഗ് ആവും. വൃശ്ചിക മാസം 1-ാം തീയതിയാണ് ഈ ബുക്കിംഗ് ചെയ്യുന്നത്. 1 വർഷത്തേക്കുള്ളത് ഈ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മുഴുവനും വഴിപാട് ഷീട്ടാക്കും. അതാണ് ഈ ഒരു വഴിപാടിന്റെ പ്രത്യേകത. ആഞ്ജനേയ ക്ഷേത്രത്തോടനുബന്ധിച്ച് ഇവിടെ പാലക്കാട് കദളീവനം എന്ന് പറയും, വെസ്റ്റ് ഫോർട്ട് റോഡിലുള്ള ആ കദളീവനത്തിൽ ധാരാളം സാംസ്കാരിക പരിപാടികളും ഭക്തജനങ്ങൾക്ക് ഉതകുന്ന എല്ലാ സൗകര്യങ്ങളും എന്നുവെച്ചാൽ പ്രത്യേകിച്ച് എസ്പെഷ്യലി ഹിന്ദുക്കൾക്ക്, അവശത അനുഭവിക്കുന്ന ഹിന്ദുക്കൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകുന്ന ഒരു സഹായഹസ്തം എന്ന രീതിയിലും ശ്രീ ആഞ്ജനേയ സേവാ സമിതി ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ധാരാളം കുട്ടികൾക്ക്, വളർന്നു വരുന്ന കുട്ടികൾക്ക് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കാനും കായികപരമായിട്ടും ആയോധന വിദ്യകൾ അങ്ങനെയെല്ലാം ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഡാൻസ്, കളരി, കീബോർഡ്, വയലിൻ, മൃദംഗം, ശാസ്ത്രീയ സംഗീതം, ഇങ്ങനെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി അരി പദ്ധതിയിലൂടെ
ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാത്ത ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ചിട്ടാണ്. അങ്ങനെ തെരഞ്ഞുപിടിച്ച് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള സംവിധാനമാണ് ശ്രീ ആഞ്ജനേയ സേവാ സമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കദളീവനത്തിൽ സീതാസമേതനായ ശ്രീരാമൻ സഹോദരങ്ങളായ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരോടും ഭക്തോത്തമനായ ആഞ്ജനേയ സ്വാമികളോടും ഒപ്പം വാണരുളുന്നു. അതുകൊണ്ടുതന്നെ ശ്രീരാമ പട്ടാഭിഷേക ദർശനപുണ്യം കൈവരിക്കാനായി ഭക്തജനങ്ങൾക്ക് അസുലഭ ഭാഗ്യമാണ് ഇവിടെ ലഭിക്കുന്നത്. നിത്യപൂജ കഴിഞ്ഞാൽ പ്രസാദ ഊട്ടിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയായി. ശ്രീ ആഞ്ജനേയ സേവാ സമിതിയുടെ കദളീവനം ഹാളിൽ സാംസ്കാരിക പരിപാടികൾക്കും കായികം കലാപരമായിട്ടുള്ള പരിപാടികൾക്ക് നമ്മളിവിടെ അനുവദിച്ചു കൊടുക്കാറുണ്ട്. വരുന്ന പുതിയ തലമുറയ്ക്ക് ഉതകുന്ന രീതിയിൽ എല്ലാവിധ ക്ലാസ്സുകളും നമ്മളിവിടെ എടുത്തു കൊടുക്കുന്നുണ്ട്. നൈപുണ്യം ലഭിച്ച അധ്യാപകരെ കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇവിടെ സാംസ്കാരികമായിട്ടുള്ള എല്ലാ ഹിന്ദു സംഘടനകൾക്കും എല്ലാ പ്രോഗ്രാം നടത്താൻ നമ്മുടെ ഹാള് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളുടെ വിവാഹത്തിൻ്റെ ആവശ്യത്തിനായി നമ്മളിവിടെ കദളീവനം ഹാള് കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു നിബന്ധനയേ ഉള്ളൂ, അവർ ധനപരമായി പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ തിരഞ്ഞുപിടിച്ച് കൊടുക്കുന്നുണ്ട്. അവർക്ക് 500 പേർക്കുള്ള സദ്യയും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഹാളും സൗജന്യമായി കൊടുക്കുന്നുണ്ട്.
ആ ഒരു സംവിധാനത്തിലൂടെ ചുരുങ്ങിയത് ഒരു 30ഓളം കല്യാണം ഇതുവരെ നടന്നു കഴിഞ്ഞു. ഇതുപോലെ തന്നെ ധാരാളം ക്ഷേത്രങ്ങൾ ആഞ്ജനേയ സേവാ സമിതി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം നേരിട്ടും ഭാഗികമായിട്ടും ആഞ്ജനേയ സേവാ സമിതി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആഞ്ജനേയ ക്ഷേത്രം ഇവിടുന്ന് മാത്രമല്ല വേറെയും കുറേ ക്ഷേത്രങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം വരവിൽ നമ്മൾ ഒരു നേരത്തെ വിളക്കിന് തിരി കത്തിക്കാൻ പോലും വഴിയില്ലാത്ത ക്ഷേത്രങ്ങൾക്ക് ഇവിടുന്ന് നല്ലെണ്ണ, കർപ്പൂരം, ചന്ദനത്തിരി, പൂജാദ്രവ്യങ്ങൾ ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതാത് ക്ഷേത്രങ്ങൾ ചുരുങ്ങിയ നേരത്തെ കൊടുത്തൊരു 45ഓളം ക്ഷേത്രങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു 16ഓളം ക്ഷേത്രങ്ങൾ സ്വയം പര്യാപ്തത നേടി അവർ തന്നെ വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ശ്രീ ആഞ്ജനേയ സേവാ സമിതിക്കുണ്ട്. ആഞ്ജനേയ സ്വാമിയുടെ കൃപാകടാക്ഷങ്ങളാൽ ആഞ്ജനേയ സേവാ സമിതി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സേവനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.